ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇത് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കുറച്ചു പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഫിഷറീസ് മത്സ്യഫെക്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഫിഷറീസ് ടെക്നോളജിസ്റ്റ്. ഓക്കെ. അതുകൂടാതെ ഇപ്പോൾ ഗസറ്റ് ഡേറ്റ് 17/6/2025, ലാസ്റ്റ് ഡേറ്റ് 16/7/2025 വരെ ഉള്ള ലാസ്റ്റ് ഡേറ്റിൽ കാറ്റഗറി നമ്പർ 104/2025 നമ്മുടെ കേരള PSC വിളിച്ചിരിക്കുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന FA ഫിഷറീസ് അസിസ്റ്റന്റ്. ഓക്കെ. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ പറയാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ, ബന്ധുക്കൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. കറക്റ്റ് ടൈം ടേബിളോട് കൂടി ഇത് പഠിക്കുകയും ചെയ്യണം. വളരെ നല്ലൊരു പോസ്റ്റാണ്. എളുപ്പം ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ്. കാരണം സ്പെസിഫൈഡ് ആയിട്ട് പഠിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളൊരു പോസ്റ്റ് ആണല്ലോ. അപ്പൊ വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉണ്ടാകത്തുള്ളൂ. വളരെ പെട്ടെന്ന് വളരെ സ്പെക്യുലേറ്റ് ആയിട്ടുള്ള നല്ലൊരു സിലബസ് ഉണ്ട്. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസും ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തില് കേരള PSCയിൽ നല്ല സാലറിയോട് കൂടി 25,100, 57,900 സാലറി സ്കെയിൽ. തുടക്കത്തിൽ തന്നെ 10-35,000 മുകളിൽ സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാവരും അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നോർമൽ ആയിട്ടുള്ള PSC എല്ലാ മാനദണ്ഡങ്ങളുമാണ്. 18-36 നോർമൽ ജനറൽ ഡാറ്റ് വരുന്നത്. ബാക്കിയുള്ള OBC അതുപോലെ തന്നെ SC ST അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള റിസർവേഷൻ ഉണ്ട്. ഓക്കെ. ഇനി ഓൺ ടൈം രജിസ്ട്രേഷൻ ആണ്. ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് 16/7/2025 ആണ്. ഓക്കെ. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി, aquaculture, fishing crafts and gear technology from an institution recognized by the states of Kerala. Okay. അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് VHSC ആണ്. ഓക്കെ. VHSC ഈ പറയുന്ന വിഷയങ്ങളിൽ പാസ്സായിട്ടുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ PSC പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അതായത് VHSC ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി, അതിന് അനുസൃതമായിട്ടുള്ള അതിന് സെയിം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് VHSC ഇക്വലന്റ് ഹയർ ക്വാളിഫിക്കേഷൻ VHSC Fisheries Processing Technology, VHSC Marine Fisheries and Seafood Processing, BFSC, MSc Industrial Fisheries, MFSC Fisheries Science. ഇനി VHSC Aquaculture പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ VHSC Fisheries Aquaculture, BSc Aquaculture, BFSC, MSc Marine Biology, MSc Aquaculture and Fisheries Microbiology, MSc Fishery Biology and Aquaculture, MSc Fisheries Biology and Aquaculture, MFSC Aquaculture, PhD Marine Science, Aquatic Biology and Fisheries. മൂന്നാമത്തെ VHSC Fisheries Fishing Crafts and Gear Technology, അതിന് ആനുപാതികമായിട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷൻ VHSC Fisheries, BFSC, MSc Industrial Fisheries, MSc Marine Biology. അപ്പൊ VHSC കാർക്കും അത് കൂടാതെ തന്നെ BFSC പഠിച്ചവർക്കും പിന്നെ MSc ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഏരിയാസ് പഠിച്ചവർക്കും വളരെ
അനുഗുണമായിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ്. ആരും നഷ്ടപ്പെടുത്തരുത്. ഈ കോഴ്സ് പഠിച്ചിട്ട് നിൽക്കുന്നവര് നമ്മൾ മുമ്പ് എഴുതിയ FO ഫിഷറീസ് ഓഫീസർ പോലുള്ള മത്സ്യഫീൽഡിന്റേതല്ല, ഇത് ഡയറക്റ്റ് ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവര് VHSC കൂടാതെ ഈ പറഞ്ഞ BFSC ഉള്ളവര്, MSc പറഞ്ഞിരിക്കുന്ന ഈ ട്രേഡിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വ്യക്തമായിട്ട് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാത്തവർ പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നോക്കുക. അല്ല ഇനി ഇതിന്റെ ഇടയിലായിട്ട് സെപ്പറേറ്റ് പഠിച്ചു എന്നും പറഞ്ഞിട്ട് സംശയം ചോദിക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട് ഏതാണ് കോഴ്സ്, MSc ആണെങ്കിൽ ഏതാണ്, VHSC ആണെങ്കിൽ ഏതാണ് എന്നുള്ള കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പഠിച്ചവര് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വളരെ കുറച്ച് ആപ്ലിക്കന്റ് ഉണ്ടാവുള്ളൂ. ധാരാളം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഉണ്ട്. എല്ലാ ഫിഷറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ജില്ലകളിലും ഇതിന്റെ വേക്കൻസികളുണ്ട്, ധാരാളമായിട്ട് വേക്കൻസികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതിയാണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 16/7/2025 മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ഇത് വിളിച്ചിരിക്കുന്നത് 2021 ഇത് വിളിച്ചിരിക്കുന്നത്. എക്സാംസ് ഒക്കെ വിളിച്ചിരുന്നത്. അപ്പൊ നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു അപ്ഡേഷൻ തരാം. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു അറിയിപ്പ് വീഡിയോ മാത്രമാണ്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷൻ പലരും VHSC ഇല്ലല്ലോ എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷെ MSc-ക്കാർക്കും BFSC-ക്കാർക്കും, അതായത് ഈ അലൈഡ് സെക്ടറിലുള്ളവർക്കൊക്കെ BFSC എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് പഠിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. MSc-യും MFSc-യും ചില സ്പെസിഫൈഡ് സെക്ടറുകൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. PhD ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് മറൈൻ സയൻസിൽ അല്ലെങ്കിൽ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസിൽ PhD ഉള്ളവര് ഇപ്പം MSc സുവോളജിയോ മറ്റൊക്കെ എടുത്തിട്ട് PhD വേറെ ഏതെങ്കിലും ഈ തരത്തിലുള്ള സെക്ടറിൽ ചെയ്തവർക്കും ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാംസ് എങ്ങനെയാണ്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ പിറകെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ക്ലാസ് നമ്മുടെ ഫിഷറീസ് ഓഫീസറിന് ക്ലാസ് പ്രൊവൈഡ് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതോടെ, പരീക്ഷ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അവസാന ഡേറ്റ് വരെ നോക്കിക്കൊണ്ടിരിക്കാതെ ഈ താഴെ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇതില് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾ പഠിച്ചു തുടങ്ങുകയും ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.